സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റിംഗ് കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ഹർജികൾ പരിഗണിച്ചു. സർക്കാർ ആശുപത്രികൾ അസിസ്റ്റന്റ് ദന്തൽ സർജൻമാരെ നിയമിക്കുന്നതിനായുള്ള PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2025 ആഗസ്റ്റിൽ അവസാനിക്കുന്നതിനാൽ സർക്കാർ ആശുപത്രികൾ ദന്ത ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുമല സ്വദേശിനി സമർപ്പിച്ച ഹർജിയിന്മേൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി എന്നിവരോട് റിപ്പോർട്ട് തേടിയിരുന്നു. 130 അസിസ്റ്റന്റ് ദന്തൽ സർജൻമാരുടെ തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച കമ്മീഷൻ 10 ദിവസത്തിനുള്ളിൽ പ്രൊപ്പോസൽ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കുവാൻ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്ത് നടപ്പാലം അനുവദിക്കണമെന്ന് മസ്ജിദുൽ ഇജാബ് സെക്രട്ടറി സമർപ്പിച്ച ഹർജി പരിഗണിച്ച കമ്മീഷൻ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത സ്ഥലത്ത് നടപ്പാലം ആവശ്യമെങ്കിൽ അത് നിർമ്മിച്ചു നൽകുന്നതാണെന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. അയൽവാസി വഴി കയ്യേറുന്നത് കാരണം സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലെന്ന കിഴക്കുവിലം സ്വദേശിയുടെ പരാതി പരിഗണിച്ച കമ്മീഷൻ ഇരു കക്ഷികളുടെയും നേരിൽ കണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന് 9746515133 എന്ന നമ്പറിൽ വാട്സപ്പിലൂടെയും പരാതി സമർപ്പിക്കാവുന്നതാണ്.